ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം എന്ന് പറയാവുന്ന തെരളിയപ്പം അല്ലെങ്കിൽ വയനയിലയപ്പം. ഈ പൊങ്കാല സമയത്തൊക്കെ നമ്മൾ വളരെയധികം കാണുന്ന ഒരു ഐറ്റമാണിത്. ഇപ്പോൾ നമുക്ക് പൊങ്കാല സമയമാണല്ലോ അല്ലേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ഐക്കണും പ്രസ് ചെയ്യുക. ആറ്റുകാൽ പൊങ്കാല സമയത്തൊക്കെ ഇത് വളരെ പ്രസിദ്ധമാണ് കേട്ടോ. ഈ റെസിപ്പി തയ്യാറാക്കാനായി ആദ്യം കുറച്ച് പച്ചരി നമുക്ക് വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെക്കണം. പച്ചരി ആയതുകൊണ്ട് എളുപ്പം തന്നെ കുതിർന്ന് കിട്ടും. മാക്സിമം 4 മുതൽ 6 മണിക്കൂർ വരെയൊക്കെ ഒന്ന് കുതിർത്തെടുത്താലും മതിയാവും. ഇനി പച്ചരി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലൊരു വട്ടിയിലിട്ട് വെക്കാം. അപ്പോൾ ബാക്കിയുള്ള വെള്ളം വാർന്ന് കിട്ടും. ഈ പച്ചരി നമ്മൾ പൊടിച്ചാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. സോ നമ്മളിത് കഴുകി വെള്ളമൊക്കെ മാറ്റി നല്ല രീതിക്ക് ഉണങ്ങിയതുപോലെ ആവണം. അതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു മിക്സർ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത അരിപ്പൊടി ഇനി ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. പൊടിയുടെ കളറൊന്നും മാറിപ്പോരുത് വറുത്തെടുക്കുന്ന സമയത്ത്. അത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. ഏകദേശം മാവ് ഈവണായിട്ട് എല്ലാ സ്ഥലത്തും ചൂടായി വരണം. അതാണ് അതിൻ്റെ ഒരു പാകം. വറുത്തെടുക്കുന്ന സമയത്ത് നല്ല ചൂട് കാണും. കുറച്ച് ചൂടാറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര അളവിനെ പാടുള്ളൂ. ഒരുപാട് മധുരമായി കഴിഞ്ഞാൽ കൊള്ളൂല. സോ കുറച്ചായിട്ടിട്ട് വിരവിയെടുക്കാൻ ശ്രമിക്കണം. ആദ്യം കുറച്ച് ശർക്കര ഇട്ടു. അപ്പോൾ നമ്മൾ വിരവിയെടുക്കുകയാണ്. ശർക്കര ഇട്ട് കൊടുത്തതിന് ശേഷം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ മാവുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ആദ്യം ശർക്കര ചേർത്തപ്പോഴത്തേക്കും അതിന് ഇത്രയൊരു ചേഞ്ച് വന്നില്ല. കാരണം ശർക്കര പോരായിരുന്നു. സോ രണ്ടാമത് ചേർത്തതിന് ശേഷമാണ് കുറച്ച് ചേഞ്ചായി വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ അതും ചേർത്തിട്ട് നന്നായിട്ട് ഞെവടിയെടുക്കണം. പഴം ഒറ്റ സ്റ്റെപ്പിൽ 2-3 എണ്ണം ഒരുമിച്ചിട്ട് വിരവി കളയരുത്. കാരണം അത് ഒരുപാട് വെള്ളമായി പോകും മാവ്. സോ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുകൊണ്ട് എല്ലാം കുറച്ചായിട്ട് യൂസ് ചെയ്ത് വിരവി എടുത്തതിന് ശേഷം മാത്രമേ അഡീഷണലായിട്ട് കാര്യങ്ങൾ ചേർക്കാവൂ. പാളയംകോടൻ പഴമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പഴം തികഞ്ഞില്ല. അതുകൊണ്ട് ഒരു അര പഴവും കൂടെ ഇതിൽ കൂടെ ചേർത്ത് വിരവേണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് കിട്ടും. ഇതാവുമ്പോൾ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത ഈ ഒരു മാവിനെ നമ്മൾ കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ പച്ച ഈർക്കിലാണ്. അതിലാണ് ഇത് കൊരുത്തെടുക്കുന്നത്. മാല പോലെ കൊരുത്തെടുക്കും. പച്ച ഓല എടുത്തിട്ട് അതിൻ്റെ ഈർക്കിൽ മാത്രം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കണം. ഈർക്കിലിൻ്റെ തുമ്പിലായിട്ട് ആ കനം കുറഞ്ഞ ഭാഗമല്ലേ, അവിടെ ഒരു ചെറിയ കെട്ട് കെട്ടി വെക്കണം. ഇത് അഴിഞ്ഞ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ വയനയില, തിരളിയില എന്നും പറയും. ഈ ഇലയിൽ ഈ ഒരു കുഴക്കട്ട ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് അതിന് ഇത്ര സ്വാദും ആ മണവും. അത് വേറെ ലെവലാണ്. തിരളിയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഓരോ ഇലകളായിട്ട് എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കുഴക്കട്ട വെച്ച് റെഡിയാക്കാം. ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് വെച്ചിട്ട് ആദ്യം ഇലയുടെ തുമ്പ് ഭാഗം മടക്കി വെക്കണം. പിന്നെ അതിൻ്റെ മീതെ വീണ്ടും ഒരു ഉരുള വെച്ചിട്ട് ഇല അതേപോലെ മടക്കിയെടുക്കണം. ഇനി അത് ഈർക്കിലിൽ മാല പോലെ ഇങ്ങനെ കൊരുത്ത് വരണം. തിരളിയുടെ മാവെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റീം ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം.
അതിനായി ആദ്യം ഒരു ഇഡ്ഡലി പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കില്ല അതുപോലെ തന്നെ. അതിൻ്റെ മീതെ ഒരു തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കൊഴക്കട്ടയെല്ലാം വെച്ച് കൊടുക്കേണ്ടത്. ഇത് ഇച്ചിരി വലിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് ഇതിലേക്ക് 2 സെറ്റിനുള്ള മാവ് മുഴുവനായിട്ട് വെച്ചാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത്. ഇനി മൂടി വെച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ആവി പറക്കുന്ന നല്ല അടിപൊളി തെരളിയപ്പം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പൊങ്കാലകളിലെ ഒരു സ്റ്റാർ വിഭവമാണ് ഈ തെരളിയപ്പം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.